ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ കംപ്ലീഷൻ്റെ നേർക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകണം, അതിനുവേണ്ടി കംപ്ലീഷൻ്റെ അടുത്തേക്ക് ഇവർ എത്താൻ പോകുകയാണ്. ഇവർ സെലിബ്രേഷൻ്റെ അടുത്ത് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വേണം, അതിനുവേണ്ടി ഇവർ തന്നെ മുന്നിട്ട് ഇറങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ബർത്ത്ഡേ ആയിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ എന്തോ സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവലോ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ ആ ഒരു സമയം നിങ്ങളെ കോൾ ചെയ്തോ മെസ്സേജ് ചെയ്തോ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. കാരണം നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് അവർക്ക് വേറെ ഒരു കുഴപ്പവുമില്ല, അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ത്രൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് ത്രൂവോ നിങ്ങളോട് സംസാരിക്കുവാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട്, അതായത് നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, സുഖമാണോ എന്നൊക്കെ നിങ്ങളുടെ കാര്യങ്ങളും അറിയണം, കൂടാതെ നിങ്ങളെ സ്പൈയും ചെയ്യണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ പേഴ്സണും നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴാണ് ഓൺലൈനിൽ വരുന്നത്, എപ്പോഴാണ് ഓഫ്ലൈൻ ആകുന്നത്, എല്ലാ കാര്യങ്ങളും സ്പൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഞാൻ നോ കോൺടാക്ട് സിറ്റുവേഷനും കോൺടാക്ട് സിറ്റുവേഷനും ഉള്ളവരുടെ എനർജി പറഞ്ഞിട്ടുണ്ട്. ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്ന വൈബ്സ് വളരെ പോസിറ്റീവാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തൊക്കെ മോശം സിറ്റുവേഷനാണോ ഉള്ളത്, നിങ്ങളെ ഒരിക്കലും ദുഃഖത്തിൽ കാണുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവർ എപ്പോഴും നിങ്ങളെ ഗ്രോ ചെയ്ത് കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അല്ലാതെ ദുഃഖത്തിലിരിക്കുവാൻ ഇവർക്ക് ആഗ്രഹമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. കൂടാതെ ഇവർ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോളിൽ വയ്ക്കുക, കൂടാതെ ഡിവൈനിൽ നിങ്ങൾ വിശ്വാസവും വയ്ക്കുക. നിങ്ങളുടെ എല്ലാ വിഷമവും ഡിവൈൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, എന്നിട്ട് സന്തോഷമായിട്ടിരിക്കുവാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട് എങ്കിൽ, ഡിവൈനിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ സമർപ്പിക്കുക. എന്നിട്ട് അവരെന്താണോ നടത്തുന്നത് അത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് സന്തോഷമായിട്ടിരിക്കുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയുക എപ്പോഴും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി എടുത്ത് മാറ്റുവാനും നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം വയ്ക്കുവാനുമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പർപ്പസ് എന്താണോ അതുമായിട്ട് അലൈൻമെൻറ്റിൽ ഇരിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതായത് നിങ്ങൾ ഈ ലോകത്തിൽ എന്തിനാണ് വന്നത് അത് കാര്യം നിങ്ങൾ കറക്റ്റായി ചെയ്യുക, അല്ലാതെ എപ്പോഴും ഒരാളിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതെ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ സെൽഫ് ലെവൽ വരണം, നിങ്ങളിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എന്ത് ആണോ പഠിച്ചത് അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു തരത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഗ്രോ ചെയ്ത് കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. സെൽഫ് ലെവൽ വന്ന് നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുവാനാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം ഉറപ്പായിട്ടും ഒരു ദിവസം കംപ്ലീഷനിൽ വരുന്നതാണ്. പക്ഷേ ഇവർ വളരെ ഹോപ്പ്ഫുള്ളാണ്. നിങ്ങൾ ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള അവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് സെൽഫ് ലെവൽ വരുവാൻ പറയുന്നത്. ഇവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ജീവിതം ഇവർക്ക് വേണ്ടി മോശമാക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ എയിം എന്താണോ അതിൽ കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
ഫസ്റ്റ് മെസ്സേജ്, ഇവർ ഇവരുടെ മൈൻഡിൽ എന്താണോ സെറ്റാക്കി വയ്ക്കുന്നത് അതിലൊരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതായത് ഇവർ ആഗ്രഹിക്കുകയാണ്, ഞാനിപ്പോൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ്, എൻ്റെ ഫ്യൂച്ചർ നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ ആ ഒരു മൈൻഡിൽ നിന്ന് ആ ഒരു കാര്യം എടുത്ത് മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ഫോക്കസാണ് നിങ്ങളിൽ ഇവർ. കാരണം നിങ്ങൾ മാത്രം മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയമാകുമ്പോൾ ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയുമാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മാത്രമാണ് ഇവരുടെ ഫ്യൂച്ചറായിട്ട് ഇവർ കാണുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരിൽ വിശ്വസിക്കണമെന്നാണ്. നിങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങളും ഇവരിൽ വിശ്വസിക്കണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിക്കണമെന്നാണ്. ഇവർ എപ്പോഴും നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് മെസ്സേജ്. അതായത് ഇവർക്ക് തന്നെ ഒരു ഇമാജിനേഷനായിട്ടുള്ള ഒരു ലോകമുണ്ട്. അവിടെ നിങ്ങളെയും ഇവരെയും എപ്പോഴും ഇവർ കാണുന്നു. ആ ഒരു ലോകത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇമാജിനേഷനായിട്ടുള്ള ലോകത്തിൽ നിങ്ങളുടെയും ഇവരുടെയും ഫ്യൂച്ചറാണ് ഇവർ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ പോലും ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കിട്ടുന്നത്. ഇവർ എപ്പോഴും ഇവരെ ലക്കി ആയിട്ട് കാണുന്നു. കാരണം ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇവർക്ക് കിട്ടിയല്ലോ, അതായത് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ഇവർക്ക് കിട്ടിയതാണ് ഇവർക്ക് വളരെയധികം ലക്കി ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ വളരെയധികം ലക്കി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗ്രോ ചെയ്യുവാൻ സാധിക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കൂടാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒത്തിരി പോസിറ്റിവിറ്റി കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ള. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും നെയിം റെക്കഗ്നേഷൻ, അതായത് എന്തെങ്കിലും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അവർക്കൊരു ആക്ഷൻ എടുക്കുവാനുള്ള ഒരു അധികാരമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് വളരെ പെട്ടെന്ന് റിസീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ടീച്ചറോ അല്ല എങ്കിൽ ഹീലറോ അല്ല എങ്കിൽ ബാങ്കിങ് സംബന്ധമായ ജോലിയിലിരിക്കുന്നവരോ ആണ് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു റീഡിംഗ് വളരെ പെട്ടെന്ന് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡോക്ടറോ പോലീസോ സർജനോ അങ്ങനെയുള്ളവരായാലും അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജോ കോൾസോ നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ലവ് ലൈഫിൽ ഒരു യൂണിയൻ പെട്ടെന്ന് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ന്യൂ മൂണിന് അടുത്തെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരസ്പരം യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ ഒരു ന്യൂ മൂൺ അത് എത്തും മുമ്പേ തന്നെ നമുക്ക് ഒരു സന്തോഷം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കാൻ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. അപ്പോൾ ഇതാണത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.